വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിംഗ് മെയ് 2-ന് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി മെയ് 2-ന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് അറിയിപ്പ് ലഭിച്ചു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, അങ്ങനെ മലയാളത്തിന്റെ സ്വപ്ന പദ്ധതി കമ്മീഷനിംഗിലേക്ക് കടക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ കമ്മീഷനിംഗ് മെയ് 2-ന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കാൻ പോവുകയാണ്. കൂടുതലായുള്ള വിശദാംശങ്ങൾ. അനുജ, 2024 ഡിസംബർ മാസത്തിൽ വിഴിഞ്ഞം കമ്മീഷനിംഗ് നടക്കുമെന്നുള്ളതായിരുന്നു നമ്മളുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഡേറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ അന്ന് വലിയ പ്രതിസന്ധി ഉണ്ടായതിനെ തുടർന്നാണ് ഒരു പക്ഷേ ജനുവരിയിലോ 2025 ജനുവരിയിലോ ഫെബ്രുവരിയിലൊക്കെ നടക്കും എന്നുള്ള കാര്യത്തിലേക്ക് പോയത്. പിന്നീട് BGF-ന്റെ കാര്യത്തിൽ, വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന്റെ കാര്യത്തിൽ കേന്ദ്രവുമായി നമുക്ക് ചില പ്രശ്നങ്ങൾ, സംസ്ഥാനത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൂടി വന്നപ്പോൾ സ്വാഭാവികമായും വിഴിഞ്ഞം കമ്മീഷനിംഗ് ആ രീതിയിൽ വൈകുകയായിരുന്നു. പാരിസ്ഥിതികാനുമതി, രണ്ടാം ഘട്ടത്തിന്റെ പാരിസ്ഥിതികാനുമതിയൊക്കെ ലഭിച്ചു. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സംബന്ധിച്ച് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ധാരണയായി. അങ്ങനെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഒപ്പിട്ടു. അതിനുശേഷം ഇപ്പോൾ മെയ് 2-ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് പ്രധാനമന്ത്രി സമ്മാനിക്കും, അതല്ലെങ്കിൽ അഭിമാനപൂർവ്വം സമ്മാനിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കത്തുകൂടി, ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ലെറ്റർ കൂടി സംസ്ഥാന സർക്കാരിന് എത്തിയാൽ അത് സംബന്ധിച്ച മെയ് 2 ലക്ഷ്യമാക്കിക്കൊണ്ട് അതിൻ്റെ കമ്മീഷനിംഗ് സംബന്ധിച്ച പരിപാടികൾ ഏത് വിധത്തിൽ നടക്കണമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കും. നേരത്തെ നമ്മൾ ആ കമ്മീഷനിങ്ങിന് ഒരുക്കമായിരുന്നു. ഏതാണ്ട് 70% പണികളടക്കം പൂർത്തിയാക്കിക്കൊണ്ട് നമ്മൾ ആ കമ്മീഷനിങ്ങിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. എന്നാൽ ആ രീതിയിലുള്ള ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ചില അനിശ്ചിതാവസ്ഥകൾ ഉണ്ടായതിന് പിന്നാലെയാണ് ആ കമ്മീഷനിങ് വൈകിപ്പോയത്. ഏതായാലും മെയ് 2 എന്നുള്ള ഡേറ്റ് ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മറൈൻ ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തിയ ഒന്ന് ഇതിനോടകം തന്നെ വിഴിഞ്ഞം തുറമുഖം മാറിയിട്ടുണ്ട്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ MSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ കപ്പലുകളിലൊന്നായ MSC തുർക്കി ഉൾപ്പെടെ പല കപ്പലുകൾ ഇതിനോടകം തന്നെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ബർത്ത് ചെയ്ത കണ്ടെയ്നർ മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖ അധികൃതർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇതുവരെ 256 ഷിപ്പുകളിലായി 5,21,784 TU കണ്ടെയ്നർ പോർട്ട് ഓപ്പറേഷൻസിന്റെ ഭാഗമായി കൈകാര്യം ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി നമുക്കതിനെ കാണാൻ കഴിയുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം ഇത്രയും ചെറിയ കാലം, അല്ലെങ്കിൽ കമ്മീഷനിങ്ങിന് മുൻപ് തന്നെ ഇത്രയധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിനപ്പുറത്തേക്ക് MSC തുർക്കിയെ പോലെ, അതല്ലെങ്കിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അവരുടെ ഇന്ത്യയിലെ ആസ്ഥാന തുറമുഖമായി ഇതിനോടകം തന്നെ വിഴിഞ്ഞത്തെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു എന്ന് അവരുടെ ഔദ്യോഗിക കുറിപ്പായി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഇതിനോടകം തന്നെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒന്നായി വിഴിഞ്ഞം തുറമുഖം മാറി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തിലെ കൂറ്റൻ കണ്ടെയ്നർ കപ്പലുകളെ കൈകാര്യം ചെയ്യാനുള്ള ആധുനിക സൗകര്യങ്ങൾ വിഴിഞ്ഞത്തുണ്ട് എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞു. 20 മീറ്റർ സ്വാഭാവിക ആഴം എന്നുള്ളത് അത് നമ്മുടെ കടലിൻ്റെ സ്വാഭാവികത, അത് വലിയ ഗുണമായി വിഴിഞ്ഞം തുറമുഖത്തിന് മേൽ വരികയാണ്. യൂറോപ്പ്, അതേപോലെ തന്നെ പേർഷ്യൻ ഗൾഫ്, തെക്ക് കിഴക്കൻ ഏഷ്യ, ഫാർ ഈസ്റ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഷിപ്പിംഗ് റൂട്ടിൽ വിഴിഞ്ഞം ഒരിക്കലും അവഗണിക്കാത്ത ഒന്നായി ഇതിനോടകം തന്നെ അടയാളപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ അത് കേരളത്തിൻ്റെ വരുംകാല വികസനത്തെ കൂടി ഉറപ്പായും അടയാളപ്പെടുത്തുന്ന ഒന്നായിരിക്കും. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ബജറ്റിലൊക്കെ വലിയ തുക അനുവദിക്കുകയും ആ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരികയും ചെയ്യുകയാണ്. രണ്ടാം ഘട്ടത്തിൻ്റെ പ്രവർത്തനം, അത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തനം കേന്ദ്ര പാരിസ്ഥിതിക മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചതിന് പിന്നിൽ ഈ പുലിമുട്ടിൻ്റെ നീളം വർദ്ധിപ്പിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനത്തിലൊക്കെ അതിൻ്റെ ആദ്യഘട്ടം ഇതിനോടകം തന്നെ കടന്നു കഴിഞ്ഞു. ബെർത്തിൻ്റെ നീളം 1200 മീറ്റർ കൂടി കൂട്ടിയാകും അടുത്ത ഘട്ടം 2028 കൂടി പൂർത്തിയാക്കുക. അങ്ങനെ വിഴിഞ്ഞം പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് കമ്മീഷനിങ് അക്കാര്യം സ്ഥിരീകരിക്കുന്നത്. മെയ് 2-ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷനിങ് ചെയ്യും. അനുജ, ഒപ്പം തന്നെ ഇതിൽ അപ്രോച്ച് റോഡുണ്ട്, റെയിൽപാതയുണ്ട്, ഔട്ടർ റിംഗ് റോഡുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന പരിപാടികൾ, അതിന്റെ പുരോഗതി എങ്ങനെയാണ് ഷഫീദ്? ഷഫീദ്, കേൾക്കാമോ? വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് മെയ് 2-ന്, അതിൽ കേന്ദ്രത്തിൽ നിന്ന് തീയതി ഇപ്പോൾ പുറത്തു വരികയാണ്. അനുമതി ആയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം. മെയ് 2-ന് പ്രധാനമന്ത്രിയാകും ഈ പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുക. നേരത്തെ ഇത് ഡിസംബറിൽ നടക്കും ഈ കമ്മീഷനിംഗ് എന്നുള്ളതായിരുന്നു വിവരം. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ വൈകിയിരിക്കുന്നു. എങ്കിൽ പോലും കമ്മീഷനിംഗ് മെയ് 2-ന് നടക്കും എന്നുള്ളതാണ്. ഷഫീദ്, ഞാൻ നേരത്തെ ചോദിച്ചതിൽ അനുബന്ധ വികസന പദ്ധതികളുണ്ടല്ലോ, അപ്രോച്ച് റോഡ്, റെയിൽപാത വികസനം, കൂടാതെ ഈ ഔട്ടർ റിംഗ് റോഡ് ഉൾപ്പെടെ, അതിൻ്റെയൊക്കെ ഈ വികസന പുരോഗതി എങ്ങനെയാണ്, നിർമ്മാണ പുരോഗതി?
അനുജ, ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ പല കാര്യങ്ങൾക്കുമുള്ള DPR അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം റിംഗ് റോഡുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുപ്പ് അതിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള തുരങ്കപാതയുടെ കാര്യങ്ങൾ നമുക്കറിയാം. അതിന്റെ DPR നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അങ്ങനെ അനുബന്ധ വികസന കാര്യത്തിലും വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ അത് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, പുതിയ ചില വികസനങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. അതിനുള്ള സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ആലോചനയിലുണ്ട്. ഏതായാലും ഈ കമ്മീഷനിങ് പൂർത്തിയായ ശേഷം സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ആ നിലയ്ക്ക് കൂടി ചില കൂടിയാലോചന അടക്കം നടത്തും എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. കമ്മീഷനിങ് ആയിരുന്നു അതിനൊക്കെ തടസ്സമായി നിന്നത്. പോർട്ട് കമ്മീഷൻ ശരി, വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് അടുത്ത മാസം 2-ന് നടക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അല്പസമയം മുൻപാണ് അതിൽ കേന്ദ്രം സമയം അനുവദിച്ചത് പുറത്തു വന്നിരിക്കുന്നത്. മെയ് 2-ന് പ്രധാനമന്ത്രിയാകും രാജ്യത്തിന് സമർപ്പിക്കുന്നത് തുറമുഖം. സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് ലഭിച്ചു.